ഒരു കാലഘട്ടമാണെന്ന് ആലോചിക്കണം. ലോകം അറിയപ്പെടുന്ന മജീഷ്യൻ ഗോപി മുദ്രകാരന് പോലും കാണിക്കാൻ കഴിയാത്തൊരു മാജിക്കാണ് കേരളത്തിലെ ഗവൺമെന്റ് കാണിച്ചതെന്ന് ആലോചിക്കണം. ദേവസ്വം ബോർഡ്. അതുകൊണ്ട് ഇവിടെ ഇന്നലെ നടന്ന സംഭവം, ഈ സംഭവം എന്ന് പറയുന്നത് ശബരിമല വിഷയം, സ്വർണം വെള്ളിയായിട്ട് ചെമ്പായ വിഷയം, അത് ജനശ്രദ്ധ തിരിച്ചുപിടിക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞാൽ ഇതിലെ പോലീസ് ഈ അതിക്രമം കാണിച്ചിട്ടുള്ളത്. പോലീസ് പറഞ്ഞു ഞങ്ങൾ ഷാഫിയെ തൊട്ടില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ഷാഫിയെ പോലീസ് അടിച്ചു എന്നുള്ളതിന് തെളിവുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ നേതാവ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇന്നലെ നടന്ന സംഭവം ഗ്രനേഡ് വെച്ചു, അതുപോലെ MPയുടെ മുഖത്തടിച്ചു, അദ്ദേഹത്തിന്റെ മൂക്കിന് പരിക്ക് പറ്റി, ബോൺ ഫ്രാക്ചർ ഉണ്ടായി. നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ പ്രവർത്തകരെല്ലാം ഇങ്ങോട്ട് വേണം, നമ്മുടെ പ്രവർത്തകർ ഇങ്ങോട്ട് വേണം, നമ്മുടെ പ്രവർത്തകർ ഇങ്ങോട്ട് വേണം. പോലീസുമായി തർക്കിക്കേണ്ട കാര്യമില്ല, പോലീസുമായി തർക്കിക്കേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് കടന്നു വേണം. ഞാൻ വാക്ക് അവസാനിപ്പിക്കുക. വളരെ ബോധപൂർവം ഇന്നലെ പോലീസ് അടിച്ചുവിട്ട നരനായാട്ട്, ആ നരനായാട്ടിന്റെ പേരിൽ ഷാഫി ഇന്ന് സർജറി കഴിഞ്ഞ് ആശുപത്രി കഴിയുന്നില്ല. ആലോചിക്കണം. നിയാസ് എന്ന് പറയുന്ന ഒരു സാധാരണ പാർട്ടി പ്രവർത്തകൻ ഒരു കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ടു പോകുന്നു. അതാണ് സത്യം. പക്ഷെ ഞാൻ പോലീസിനോട് ഒരു കാര്യം പറയട്ടെ, MPമാരെ സംരക്ഷിക്കാനുള്ളതാണ് പ്രിവിലേജ് കമ്മിറ്റി. നിങ്ങൾ ആലോചിക്കണം. ഇവിടുത്തെ DSP ഹരിപ്രസാദ്, അതുപോലെ പോലീസ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ്, അതുപോലെ ഉള്ള 2-3 ആളുകൾ ഷാഫിയെ ബോധപൂർവ്വം മർദ്ദിക്കുന്ന രംഗം കണ്ടവരുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന്റെ പോലീസ് നിങ്ങൾ ശിക്ഷിച്ചില്ലെങ്കിലും നിങ്ങളെ ഞങ്ങൾ ഡൽഹിയിലേക്ക് കൊണ്ടുപോകും. ഒരു സംശയം നിങ്ങൾക്കാണ് പറയാനായിട്ട്. അതുകൊണ്ട് ഇന്നത്തെ ഈ പ്രതിഷേധ യോഗം എല്ലാ അർത്ഥത്തിലും പേരാമ്പ്ര ജനങ്ങളുടെ വികാരം ഇവിടെ അറിയിക്കുന്നു. നമ്മൾ കാണുകയാണ്. എന്റെ വാക്ക് പ്രോത്സാഹിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്ന UDF-കാർ നിർബന്ധമായി തിരിച്ചു വരണം. പോലീസിൽ ഏറ്റുമുട്ടാണ് നമ്മൾ വന്നത്. അഖിലേന്ത്യാ കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയുടെ പരിപാടിയാണ്. ഇതിൽ നമ്മുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. പോലീസിനോട് ഏറ്റുമുട്ടാൻ നിൽക്കാതെ എല്ലാവരും കൂടി വരണം. UDF-ന്റെ പരിപാടിയിൽ വന്നവരാണെങ്കിൽ ഈ സമ്മേളനത്തിലേക്ക് തിരിച്ചു വരണം. മറ്റൊന്നിനും പോകരുത്. എല്ലാവരോടും പറയുന്നു, ദിനേശ് വിളിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ആളുകൾ തിരിച്ചു വരണം. അവിടെ സംഘർഷം ഉണ്ടാക്കരുത്. സുഹൃത്തുക്കളെ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞ പോലെ അവിടെ നമ്മൾ പോലീസുമായി ഏറ്റുമുട്ടാനല്ല ഈ സമ്മേളനം. ഇതൊരു പ്രതിഷേധ യോഗമാണ്. അത് UDF-ന്റെ നമ്മുടെ ആരാധ്യനായ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന്റെ പ്രസംഗം കേൾക്കുവാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ UDF പ്രവർത്തകരും ഈ സ്റ്റേജിന്റെ അടുത്തേക്ക് കടന്നു വരുന്ന അഭ്യർത്ഥിക്കുകയാണ്. പോലീസുകാർ ഈ യോഗം നിങ്ങളുമായി വാക്തർക്കമുണ്ടാക്കി കടക്കാൻ ശ്രമിക്കുകയാണ്. അതിൽ നമ്മൾ വീഴരുത്. ഈ കാട്ടുകൊള്ളന്മാർ പോലീസുകാർ വിശ്വസിക്കരുത്. ദയവായി തിരിച്ചു വരിക. ഈ പ്രതിഷേധം കടക്കേണ്ടത് അവരുടെ ആവശ്യമാണ്. അതിൽ നിന്ന് കൊടുക്കരുത്. അവർ തൽക്കാലം അവർ മുട്ടിയാലും മുട്ടണ്ട. അതിന് സമയം വരും. നമുക്ക് ആ സമയത്ത് മുട്ടാം. ദയവായി തിരിച്ചു വരിക പ്ലീസ്. ഔദ്യോഗികമായി യോഗം ആരംഭിക്കുക. ഈ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നത് UDF-ന്റെ കൺവീനറും പഴയ MSF സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയുമെല്ലാമായിട്ടുള്ള ആമത് മുനക്കലാണ്. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുക. മുഴുവൻ ആളുകളും
മുഴുവൻ ആളുകളും ഈ സദസ്സിൽ വന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയപ്പെട്ട UDFന്റെ സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, അസാധാരണ സ്വഭാവമുള്ള ഒരു പ്രതിഷേധ യോഗമാണ് ഇവിടെ നടക്കുന്നത്. ഈ പ്രതിഷേധ സംഗമം കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണി മാത്രമല്ല, ഇന്ത്യ മുന്നണിയും വളരെ ഗൗരവത്തോടുകൂടിയാണ് വീക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, ഇന്ത്യ മുന്നണിയുടെ അമരക്കാരനും ജനാധിപത്യ ഭാരതത്തിന്റെ പ്രതീക്ഷയുമായിട്ടുള്ള ശ്രീ KC വേണുഗോപാൽ MP അവர்கள் ഉൾപ്പെടെയുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുണ്ട്. ഇന്നലെ നടന്ന സംഭവങ്ങൾ നമ്മുടെ ജനാധിപത്യ ചരിത്രത്തിന് അപമാനമാണ്. ഇന്ത്യൻ പാർലമെന്റിലേക്ക് മഹാഭൂരിപക്ഷത്തോടുകൂടി തെരഞ്ഞെടുത്തിട്ടുള്ള വടകരയുടെ പ്രിയപ്പെട്ട MP-യും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിട്ടുള്ള ശ്രീ ഷാഫി പറമ്പിൽ MP ജനാധിപത്യ രീതിയിൽ ഒരു പ്രകടനം പേരാമ്പ്രയിൽ നടത്തിയപ്പോൾ ആ MP-യെ കയ്യേറ്റം ചെയ്യുകയും ആക്രമിക്കുകയും അവരെ മുഴുവൻ ആളുകളും ആവർത്തിച്ച് പറയുകയാണ്, നമ്മുടെ യോഗത്തിന്റെ ഉദ്ദേശം CPM ഭീകരത ഉയർത്തിപ്പിടിക്കലാണ്. അതുകൊണ്ട് പരമാവധി ആളുകൾ ഈ സദസ്സിലേക്ക് വന്നിരുന്ന് ഈ മീറ്റിംഗുമായി സഹകരിക്കണമെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുകയാണ്. ഈ യോഗത്തിന്റെ ജനബാഹുല്യവും ആവേശവും കണ്ട് പ്രയാസപ്പെടുന്ന ഗൂഢശക്തികൾ ആഗ്രഹിക്കുന്നത് സംഘർഷമാണ്. അവരുടെ കയ്യിൽ ആയുധമായി മാറാതെ സമാധാനത്തോടുകൂടി മുഴുവൻ ആളുകളും ഈ വേദിയിലേക്ക് കടന്നിരിക്കണം എന്ന് അഭ്യർത്ഥിച്ചു. ഒരു പാർലമെന്റ് മെമ്പർക്ക് പേരാമ്പ്രങ്ങാടിയിൽ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യമാണ് ഇവിടെ ഹനിക്കുന്നത്. ഗുരുതരമായ പരിക്ക് പറ്റി അദ്ദേഹം ആശുപത്രിയിൽ കഴിയുകയാണ്. അദ്ദേഹത്തെ അനുഗമിച്ചിരുന്ന ജില്ലാ കോൺഗ്രസിന്റെ ബഹുമാന്യനായ അധ്യക്ഷൻ, അദ്ദേഹം എങ്ങനെയാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയില്ല. ഈ പരിപാടികളൊക്കെ നടത്തുന്നത് കൊണ്ടായിരിക്കാം അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യാതെ ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ജനാധിപത്യ ചരിത്രത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ട MP-യെ ആക്രമിച്ച കിരാതമായ തുല്യതയില്ലാത്ത പോലീസ് നടപടിക്കെതിരെ രാജ്യവ്യാപകമായി ഉയർന്നു വരുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്രയിലും ഈ ഒരു സമ്മേളനം സംഘടിപ്പിച്ചത്. ഇന്ന് രാവിലെ UDFന്റെ ആഭിമുഖ്യത്തിൽ പോലീസ് അധിപനായിട്ടുള്ള IG ഓഫീസിന്റെ മുമ്പിൽ ഇത്തരം നടപടികൾ തുടർന്നു കഴിഞ്ഞാൽ UDFന്റെ ശക്തി എന്താണെന്ന് തെളിയിക്കാൻ നിർബന്ധിതമാകുമെന്ന് താക്കീത് കൊടുത്തുകൊണ്ട് രാവിലെ IG ഓഫീസിന്റെ മുമ്പിൽ നമ്മൾ പ്രതിഷേധ സംഗമം നടത്തുകയാണ്.
കേരളത്തിലാകമാനം കേരള തെരുവുകളിൽ പ്രതിഷേധം ആഞ്ഞടിക്കുകയാണ്. ഈ ആഞ്ഞടിക്കുന്ന പ്രതിഷേധത്തെ ചെറുത്തു നിൽക്കാൻ കഴിയുമോ? കടലിലാഞ്ഞി വീശുന്ന തീരമാലകളെ പോലെ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ ആഞ്ഞി വീശുന്ന ഈ പ്രതിഷേധത്തെ തകർക്കാൻ, തടഞ്ഞു നിർത്താൻ CPM-നോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ കഴിയില്ല എന്നുള്ള രാഷ്ട്രീയ സത്യവുമായി നിങ്ങൾ ഇണങ്ങിച്ചേരണം. ഞാനിവിടെ കൂടുതൽ വിശദീകരിക്കണം എന്നാഗ്രഹിക്കുന്നു. ഉത്തരേന്ത്യക്ക് സമാനമായി യുപിക്കും ഹരിയാനയ്ക്കും രാജസ്ഥാനും സമാനമായി ജനപ്രതികൾക്ക് പോലും സ്വാതന്ത്ര്യം പോലീസ് സംവിധാനം ഉപയോഗിക്കാം നിഷേധിക്കുന്ന പിണറായി വിജയന്റെ ഫാഷിസ്റ്റ്